എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. ശരി. ഓക്കെ, ഞാൻ വരട്ടെ. ഹായ് വിജയ്. ഹായ്. എന്താ ഇവിടെ? ഞാൻ ആ ACP ഒന്ന് കാണാൻ വന്നത്. ആ ജാസ്മിൻ, ഇത് മിസ്റ്റർ വിജയ്, ട്രൂ വിഷൻ ന്യൂസ് സർവീസിന്റെ ചീഫാണ്. ഇത് ജാസ്മിൻ. ഞാനറിയും, ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. ഒരുപക്ഷെ എന്നെ ഓർക്കുന്നുണ്ടാവില്ല. ഓർക്കുന്നു. മിസ്റ്റർ വിജയ് മാത്രമാണ് ഇന്നലെ എന്നോട് അല്പം കരുണ കാട്ടിയത്. അതെന്താ? എന്നെ മീഡിയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് മിസ്റ്റർ വിജയാണ്. ആഹാ, എങ്കിൽ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് അല്പം തിരക്കുണ്ട്. ആ, പിന്നെന്താ ഈ കാര്യങ്ങളൊക്കെ? ഒന്നും ആയില്ല. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ചില ഡോക്യുമെന്റ്സ് കൊടുത്തു. പിന്നെ ഇന്നത്തെ പത്രങ്ങൾ കണ്ടോ? മീഡിയയ്ക്കൊരു പുതിയ വിവാദ സുന്ദരിയെ കൂടി കിട്ടിയിരിക്കുന്നു, ജാസ്മിൻ. പക്ഷേ നിങ്ങളുടെ ട്രൂ വിഷൻ ന്യൂസ് അവിടെയും എന്നോട് ദയ കാണിച്ചു. എന്നെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി. ദയ കാണിച്ചതൊന്നുമല്ല, ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ജനറൽ പോളിസിയാണത്. സംഭവങ്ങളെ സെൻസേഷണലൈസ് ചെയ്യാതെ യഥാർത്ഥ വസ്തുതകൾ മാത്രം അവതരിപ്പിക്കുക. അതാണ് ട്രൂ വിഷൻ. എനിക്കില്ലാത്തതും അതാണ്, ട്രൂ വിഷൻ, നേർക്കാഴ്ച. ശരിക്കും എന്താണ് പ്രോബ്ലം? എ ടെറിബിൾ ഷോർട്ട് സൈറ്റ്. ജന്മന ഉള്ളതാണ്. ലെൻസ് ഇല്ലെങ്കിൽ ഏതാണ്ട് ബ്ലൈൻഡ് ആണ്. സോറി. ഗുഡ് മോർണിംഗ് സർ. ആ, ഹായ് വിജയ്. ഹായ്. സാറെന്താ ഇവിടെ? ഞാൻ ആനന്ദിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. റിട്ടയർഡ് DGP ആണ്, RV തമ്പുരാൻ. ആളുകളുടെ ഈ ദുർനോട്ടാ സഹിക്കാൻ വയ്യാത്തത്. അവിടെ മേനോനങ്ങളുടെ മകളും ഭർത്താവും കുട്ടികളും ഒക്കെ എത്തി. അവരും അവിടെയുള്ള മറ്റുള്ളവരും എന്നെ ശരിക്കും ഒരു കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. ഒരു കാര്യമില്ലാതെ കുറ്റബോധവുമായി ഇങ്ങനെ വലിഞ്ഞു മുറുകി ജീവിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അവിടുന്ന് താമസം മാറ്റണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മിസ്റ്റർ വിജയ് എനിക്ക് ഒരു സഹായം ചെയ്യുമോ? എന്താ പറയൂ. എനിക്കൊരു വീട് കണ്ടുപിടിച്ച് തരുമോ? എത്രയും പെട്ടെന്ന്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും മേനോനെ കണ്ടതാണ്. വലിയ സന്തോഷവാനായിരുന്നു. ഒരുപാട് സംസാരിച്ചു, ചീട്ട് കളിച്ചു. മേനോൻ സാറിന് പ്രത്യേകിച്ച് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടായിരുന്നു സാർ? ഏയ്, എൻ്റെ അറിവിലില്ല. നിയമമെടുത്ത് കൈകാര്യം ചെയ്യുന്ന നമുക്കൊക്കെ ശത്രുക്കൾക്കാണോടോ പഞ്ഞം? അല്ല സാർ, അവസാനമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം വിശേഷം എന്തെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു? സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും? നത്തിങ്. പതിവ് ഫിലോസഫി ആയിരുന്നു കൂടുതലും. അത് ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളായി മേനോൻ്റെ ഇഷ്ടവിഷയമാണ്. അതൊരു ഓൾഡ് ഏജ് സെൻ്ററാണെന്ന് ഞങ്ങളയാളെ കളിയാക്കുമായിരുന്നു. ആനന്ദ്, ഇതാര് ചെയ്തതാണെങ്കിലും വെറുതെ വിടരുത്. തൻ്റെ എല്ലാ കഴിവും എനർജി ഉപയോഗിച്ച് താൻ അവരെ കണ്ടെത്തണം. ഐ വിൽ ഡു മൈ ബെസ്റ്റ് സർ. ഓക്കെ, സീ യു ആനന്ദ്. ഓക്കെ സർ. ആനന്ദ് സർ, ഈ ഇതിനിടയിൽ ഒരു പെണ്ണു വന്ന് വീണിട്ടുണ്ടല്ലോ, അവൾ സംഭവം നേരിട്ട് കണ്ടതാണോ? അതെ സർ. പക്ഷേ അവളുടെ ഐസൈറ്റിന് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആളെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്നാ മൊഴി. ഐ തിങ്ക് ഷീ ഈസ് വെരി ട്രിക്കി.